ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ ഹൽദി നൈറ്റിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. നമ്മൾ ഓൾറെഡി സാരി കൊടുക്കാൻ പോയിട്ട് വന്നിട്ട് ധൃതിപ്പെട്ടാണ് ഹൽദി നൈറ്റിന് വേണ്ടി റെഡി ആയത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും സമയം കിട്ടിയില്ല എൻട്രി ഒന്നും എടുക്കാനായിട്ട് ഉണ്ണിക്കൊച്ചിൻ്റെ. ഹൽദി ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തത് ഗ്രൂം ടു ബി കേക്ക് കട്ടിങ്ങോട് കൂടിയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ വാവുഷീറ്റയുടെയും അജയ് കൊച്ചിൻ്റെയും സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സമയത്തൊന്നും എൻ്റെ ഫോണില്ലാത്തതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. നമ്മുടെ കുടുംബക്കാരെ ഫോട്ടോ എടുക്കാൻ പോകാമെന്ന് പറഞ്ഞ് നിർബന്ധിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം എല്ലാവരും ഫോട്ടോജനിക്കാണ്. ഫോട്ടോ എടുക്കാൻ തുടങ്ങുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കയറുന്നു ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ നമ്മുടെ ഫാമിലി ഫോട്ടോ സെഷനൊക്കെ ശേഷം ഈ മഞ്ഞൾ ഇങ്ങനെ തേച്ച് കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫാമിലിയും കയറുന്ന ചുമ്മാ വെറുതെ ഫോട്ടോ ഒക്കെ എടുത്തു. ഇപ്പം ഞാൻ ഈ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സെറ്റ് ഓഫ് അപ്പൂപ്പന്മാരെല്ലാവരും കൂടെ ഹൽദി ഫംഗ്ഷൻ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കുന്ന പറഞ്ഞ് നിർബന്ധിക്കുന്ന രംഗമാണ്. എൻ്റെ കുടുംബക്കാരായതുകൊണ്ട് പറയല്ലേ, എല്ലാവരും നല്ല എക്സ്ട്രാ ടാലൻ്റ് ആൾക്കാരാണ്. ഡാൻസ് കളിക്കാൻ ഡാൻസ് കളിക്കും, പാട്ട് പാടാൻ പറഞ്ഞാൽ പാട്ട് പാടും. അങ്ങനെ ഇത് നമ്മുടെ ഫാമിലിയുടെ പ്രോഗ്രാമുകൾ സ്റ്റാർട്ട് ചെയ്യാനാണ്. പിള്ളേരുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ കുടുംബക്കാരെ കഴിവൊക്കെ എന്താണെന്ന് ഞാൻ വഴിയെ കാണിച്ചു തരാം. പിന്നെ ഞങ്ങളിൽ കുറച്ച് നേരം നാളത്തെ പ്രോഗ്രാം എങ്ങനെയായിരിക്കും എന്നുള്ള ചർച്ചകളിൽ ഏർപ്പെട്ടു. കേട്ടത് അജയച്ചിൻ്റെ പാട്ടാണ്. ഇനി തൊട്ട് പുറകെ ചാച്ചൻ്റെ പാട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മളെല്ലാവരും കുറേ നേരം അവിടെ നിന്ന് വർത്താനം പറഞ്ഞു. പിന്നെ എല്ലാവരും കൂടും. പിന്നെ അതൊക്കെ നിർബന്ധമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ കസേരകളിലേക്ക് കിടന്നു. അങ്ങനെ നമ്മുടെ വാശിയേറിയ കസേരകൾക്ക് ശേഷം നമ്മുടെ ദേവ് ജയിച്ചു. അതിൻ്റെ സന്തോഷം തീർക്കാനായിട്ട് നമ്മുടെ ആരുഷൂട്ടും ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് മെയിൻ പരിപാടി ആയിട്ടുള്ള നമ്മുടെ തുള്ളലിലേക്ക് കിടന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഒന്ന് പേഴ്സണലി ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം നമ്മൾ പറഞ്ഞനുസരിച്ചാണ് നമ്മുടെ ഫാമിലി മൊത്തത്തിൽ ഒരു മഞ്ഞ പിങ്ക് മയത്തിലൊക്കെ എത്തിയത്. കാരണം എല്ലാവരും ആ ഒരു കോസ്റ്റ്യൂമിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളുടെ ലുക്കേ മാറി. എല്ലാവരും ഭയങ്കര അടിപൊളിയായിരുന്നു. ഓൾറെഡി നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടാണ് നമ്മുടെ ഫാമിലിയിൽ അത്യാവശ്യം നല്ല മുതിർന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ അവർ പോലും ഇതിന് നല്ലൊരു വൈബിലെടുത്ത് ഞങ്ങൾ പുതിയ ഡ്രസ്സ് ഇതിന് വേണ്ടി എടുക്കും എന്നൊക്കെ പറഞ്ഞ് അവരത്രയും കാര്യമായിട്ടാണ്. കാരണം പഴയ ചിന്താഗതി എന്നൊക്കെ മാറിയതുകൊണ്ട് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ലാസ്റ്റ് നമ്മളിത് ആ കമ്പത്തിരിയൊക്കെ കത്തിച്ച് നല്ല തുള്ളിൽ ലാസ്റ്റ് ഇത് ഈ ഹെൽത്തി നൈറ്റ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ നാളെ നമ്മുടെ കല്യാണം കൂടാൻ പോവാണ്.